ഷിരൂരിൽ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ നിലവിൽ പുരോഗമിക്കുകയാണ്. സന്തോഷ് ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്നും കൂടുതൽ വിവരങ്ങൾ നൽകാൻ സന്തോഷ്. ഈ ഒരു സ്ഥലത്ത് അർജുന് മാത്രമല്ല അന്ന് കാണാതായിട്ടുള്ളത്, മറ്റ് പലരെയും കാണാതായിരുന്നു. ഒപ്പം തന്നെ പലരും മരിക്കുകയും അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ അർജുന് അല്ലാതെ മറ്റെത്ര പേരെ കൂടെ ഈ മണ്ണിടിച്ചിൽ കാണാതായിട്ടുണ്ട്? ഷിരൂരിൽ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ നിലവിൽ പുരോഗമിക്കുകയാണ്. അവിടെ നിന്നും സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം തന്നെ പുതിയ സാങ്കേതിക വിദ്യകൾ അടക്കം അവിടെ എത്തിച്ചുകൊണ്ട് പരിശോധനകൾ നടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഐബോർഡ് അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിച്ചും ഡ്രോൺ ഉപയോഗം അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിച്ചുമുള്ള പരിശോധന നിലവിൽ അവിടെ പുരോഗമിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം തന്നെ എത്രയും വേഗം തന്നെ അവിടെ ഇത്തരത്തിലൊരു തിരച്ചിൽ പുരോഗമിക്കും തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു മണിക്കൂറിനുള്ളിൽ 11:30 മണിയോടെ തന്നെ തിരച്ചിൽ അതിൻ്റെ നിർണായക ഘട്ടത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതിനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും നിലവിൽ സ്ഥലത്ത് സജ്ജമാണ്. അർജുനായുള്ള തിരച്ചിൽ ഇന്ന് 10ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അത് കഴിഞ്ഞ ദിവസം തന്നെ നിർണായകമായ പല വിവരങ്ങളും അവിടെ നിന്ന് ലഭിക്കുകയുണ്ടായി. അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അർജുൻ്റെ ലോറി ആണെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ലോറി സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ സ്ഥലം കേന്ദ്രീകരിച്ചാണ് പരിശോധനയും നടക്കുന്നത്. സന്തോഷ് ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സന്തോഷ്, ഈ സ്ഥലത്ത് നേരത്തെ ഈ ഉരുൾപൊട്ടലിൽ മണ്ണിടിച്ചിലിൽ നേരത്തെയും കാണാതായവരുണ്ട്, മരിച്ചവരുടെ മൃതദേഹങ്ങളടക്കം കിട്ടിയിട്ടുണ്ട്. ഈ എത്ര പേരെയാണ് ഇവിടെ നിന്നും ഇനി അർജുൻ അല്ലാതെ മറ്റെത്ര പേര് ഈ സ്ഥലത്ത് നിന്നും കാണാതായിട്ടുണ്ട്? हमारा गाड़ी इसको अंदर है। സന്തോഷിലേക്ക് തിരികെ എത്താം. അർജുനായിട്ടുള്ള തിരച്ചിൽ നടക്കുമ്പോൾ കഴിഞ്ഞ ദിവസമാണ് അർജുൻ്റെയും ലോറിയുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങൾ സംഘത്തിന് ലഭിക്കുന്നത്. നിർണായകമായ പരിശോധനയിൽ ലഭിച്ച വിവരങ്ങളിൽ അർജുൻ്റെ ലോറി അടിത്തട്ടിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കിയത്. പുഴയ്ക്കടിയിൽ കുടുങ്ങിയിരിക്കുന്ന നിലയിലാണ് ലോറി ഉള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കിയത്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ. എന്നാൽ കഴിഞ്ഞ ദിവസം പ്രതികൂല കാലാവസ്ഥ മൂലം ആ തിരച്ചിൽ തുടരാനായില്ല. ഇന്ന് കൂടുതൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും കൂടുതൽ ഉപകരണങ്ങൾ ഉപയോഗിച്ചും തിരച്ചിൽ പുരോഗമിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സന്തോഷ്, എന്താണ് അവിടെ നിന്നും നൽകാൻ കഴിയുന്ന ഏറ്റവും വിശദമായ വിവരങ്ങൾ? ഐബോർഡിൻ്റെ ബാറ്ററി അടക്കം സ്ഥലത്തേക്ക് എത്തിക്കാനുണ്ട് എന്നാണ് മനസ്സിലായിരുന്നത്. അത് എത്തിച്ചിട്ടുണ്ടോ? ആ ബാറ്ററി ഡൽഹിയിൽ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയിരുന്നു. ആ ബാറ്ററി നിലവിൽ സ്ഥലത്തെത്തിക്കാനായിട്ടുണ്ടോ? ആവണി, അത് അവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് മനസ്സിലാക്കുക പ്രയാസമാണ്. മറുഭാഗത്ത് നമ്മുടെ സിജു കാസർഗോഡ് വാർത്താ സംഘമുണ്ട്, പ്രധാന റോഡിൽ ദേശീയപാതയിൽ. അതുവഴിയാണ് ഇത്തരത്തിലുള്ള സാങ്കേതിക സംവിധാനങ്ങളെല്ലാം ഈ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വെച്ചാണ് പ്രതികരണങ്ങളും എല്ലാ തരത്തിലുള്ള ഇതിന്റെ പുരോഗതി സംബന്ധിച്ച പ്രതികരണങ്ങളും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വളരെ വിദൂരതയിൽ കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള വിദൂര ദൃശ്യങ്ങൾ മാത്രമാണ് നമുക്ക് ഇതിൽ നൽകാൻ കഴിയുന്നത്. അവിടെ ഇപ്പോൾ ഈ ബൂം ഉപയോഗിച്ചുള്ള പരിശോധനയാണ് പ്രാരംഭഘട്ടത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഇതിലേക്ക് ഇപ്പോൾ കടന്നിട്ടില്ല. അതിന് വലിയ സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. ഈ പറയുന്ന ഐബോർഡ് സംവിധാനത്തിന് വലിയ സജ്ജീകരണങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയായിരിക്കണം പരിശോധന നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സജ്ജീകരണങ്ങൾ ഒരുക്കുന്ന ഒരു ജോലിയാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ ഈ ബൂം മെഷീൻ, അവിടെയുള്ള മണ്ണ് മാറ്റുന്നതിനായിട്ടുള്ള പ്രവൃത്തികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചില ഘട്ടങ്ങളിൽ ഈ പറയുന്ന പ്രവൃത്തി മഴ കാരണം തടസ്സപ്പെടുകയും നിർത്തിവെക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഇവിടെ മഴ പൂർണ്ണമായും മാറിയിട്ടില്ല. മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. സന്തോഷ്, അവിടെ രണ്ടാമതൊരു ബൂം മെഷീൻ കൂടെ എത്തിച്ച് തിരച്ചിൽ നടത്തുമെന്നാണ് മനസ്സിലാക്കിയിരുന്നത്. അത് ഇനിയും എത്താൻ വൈകുമെന്നാണോ മനസ്സിലാക്കുന്നത്? രണ്ടാമത്തെ ബൂം മെഷീൻ ഇതുവരെയും എത്തിയിട്ടില്ല. ഇന്ന് എത്തിക്കും എന്നുള്ളതാണ് ഇന്നലെ വൈകുന്നേരം കാർവാർ എം എൽ എ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് രാത്രിയോടുകൂടി എത്തിച്ച് ഇന്ന് തന്നെ തിരച്ചിലിന്റെ ഭാഗമാകുമെന്നാണ്. ഇതുവരെ എത്തിയിട്ടില്ല. ഈ ബൂം മെഷീൻ എത്തിക്കുന്നതും വളരെ പ്രയാസകരമായ കാര്യമാണ്. അത് റോഡ് മാർഗം ഇവിടെ എത്തിക്കുന്നതിന് വളരെയധികം സമയമെടുക്കുന്നുണ്ട്. പതിയെ മാത്രമേ ഈ ബൂം കയറ്റിയിട്ടുള്ള ട്രക്കിന് ഇവിടെ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇതുവരെ ഏതായാലും എത്തിയിട്ടില്ല. 2 ബൂം മെഷീൻ ഉപയോഗിച്ച് ഇന്ന് മണ്ണ് മാറ്റും എന്നായിരുന്നു ഇന്നലെ പറഞ്ഞിരുന്നത്. ഏതായാലും ഒരു ബൂം മെഷീൻ ഉപയോഗിച്ച് രാവിലെ തന്നെ 7 മണിയോടുകൂടി തന്നെ ദൗത്യ സംഘം ഇവിടെ എത്തുകയും അതിന്റെ പ്രവൃത്തികൾ ദൗത്യം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്.
ഈ നദിയിൽ ഉള്ള അർജുന്റെ ലോറിയുള്ള ഭാഗത്തെ അതിന്റെ അരികുവശത്തെല്ലാമുള്ള മണ്ണ് പരമാവധി ദൂരത്തിൽ മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതുവഴി ഇറങ്ങാൻ കഴിയാവുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനം ഒരുക്കുന്നതിനാണെന്ന് തോന്നുന്നു. അവിടെ ചില പാറക്കല്ലുകളെല്ലാം കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നതായും നേരത്തെ കാണുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ തിരച്ചിൽ നടക്കുന്ന സാഹചര്യം ഉണ്ട്. നാവികസേനയിലെ മുങ്ങൽ വിദഗ്ധർ ഇതുവരെ നദിയിൽ ഇറങ്ങിയിട്ടില്ല. എന്നാൽ രാവിലെ തന്നെ ബോട്ട് അവിടെ സജ്ജമാക്കി വെച്ച് അതിലേക്ക് ഇറങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ ഈ ബോട്ട് നാവികസേനയുടെ ബോട്ട് ഇപ്പോൾ ഗംഗാവാലി നദിയിലേക്ക് ഇറങ്ങും. ഇപ്പോൾ ദൂരെ നിന്ന് നമുക്കുള്ള കാഴ്ചയിൽ വ്യക്തമാകുന്നത് ആ നാവികസേനയിലെ മുങ്ങൽ വിദഗ്ധർ ഈ ബോട്ടിലേക്ക് കയറുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ ദൃശ്യങ്ങൾ ഇവിടെ നിന്നും നമുക്ക് വളരെ ക്ലിയറായി നൽകുന്നതിന് പ്രയാസമുണ്ട്. അവിടെയൊക്കെ നമുക്ക് എത്താൻ കഴിയുന്നില്ല. വ്യക്തമായ ദൃശ്യങ്ങൾ നൽകുന്നതിന് പ്രയാസമുണ്ട്. പക്ഷേ ആ ബോട്ടിലേക്ക് നാവികസേന ഉദ്യോഗസ്ഥർ കയറി ബോട്ട് ഈ തിരച്ചിൽ നടക്കുന്ന ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കതിന്റെ ദൃശ്യങ്ങൾ നൽകാൻ കഴിയും. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഈ ഭാഗത്ത് തിരച്ചിൽ നടക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലത്ത് ഈ അർജുന്റെ ട്രക്ക് ഉള്ള സ്ഥലത്ത് അവിടെയുള്ള മണ്ണ് മാറ്റുന്ന നടപടികളാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അതിന്റെ പുരോഗതി എന്താണെന്നുള്ളത് വ്യക്തമല്ല. ഗംഗാവാലി നദിയിലെ ഒഴുക്ക് നിയന്ത്രിക്കാനുള്ള ചില സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനകളും ഉണ്ടായിരുന്നു. അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിശക്തമായ അടിയൊഴുക്കും കുത്തൊഴുക്കുമാണ് ഗംഗാവാലി നദിയിൽ ഉള്ളത്. മഴ തുടർച്ചയായി പെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പശ്ചിമഘട്ട മലനിരകളിൽ നിന്നെല്ലാം ഉത്ഭവിക്കുന്ന ചെറിയ തോടുകളും പുഴകളും എല്ലാം ഈ ഗംഗാവാലി നദിയിൽ എത്തിച്ചേർന്ന് ഇവിടെയുള്ള ഈ ഇപ്പോൾ അർജുന്റെ ലോറിയൊക്കെ കിടക്കുന്ന ഈ പ്രദേശത്തോടെ സമതല പ്രദേശത്തൂടെ ഒഴുകിയാണ് അടുത്ത് തന്നെയുള്ള കടലിൽ ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ ഒഴുക്ക് കൂടിയ ഒരു പ്രദേശമാണ്. മഴയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിലുള്ള നീരൊഴുക്കും ശക്തമാകുന്നതാണ് പലപ്പോഴും ഈ രക്ഷാ ദൗത്യത്തിന് തടസ്സമായി നിൽക്കുന്നത്. ഇപ്പോഴും മഴ പെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ള. കനത്ത മഴ പെയ്യുന്നില്ല എങ്കിൽ കൂടിയും നേരിയ തോതിലുള്ള മഴ ആണ് ഇപ്പോൾ ഇവിടെ പെയ്യുന്നത്. എങ്കിലും ഈ പ്രതികൂല കാലാവസ്ഥയെക്കുറിച്ച് ഇന്നലെ തന്നെ ഈ രക്ഷാ ദൗത്യത്തിന് ബോധ്യമുണ്ട്. ഇന്നും ഈ മേഖലയിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മഴയെ പ്രതിരോധിച്ചുകൊണ്ട് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള ചില സജ്ജീകരണങ്ങൾ കൂടി ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് താൽക്കാലിക ടെന്റുകൾ സ്ഥാപിച്ച് അവിടെ ഉപകരണങ്ങൾ സ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ മറ്റ് സജ്ജീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ പൂർണ്ണ സജ്ജമായിക്കൊണ്ട് തന്നെ ഇന്നത്തെ രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ദൗത്യസേന ചെയ്യുന്നത്. ഈ പറയുന്ന രീതിയിലുള്ള പല ഉപകരണങ്ങളും എത്തിച്ചേരാനുണ്ട്. അത്തരത്തിലുള്ള ഉപകരണങ്ങൾ റോഡ് മാർഗം ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ശരി, പ്രതികൂല സാഹചര്യത്തിലും ശക്തമായ തിരച്ചിൽ തന്നെയാണ് ഇപ്പോൾ അർജുനായി ഷിരൂരിൽ നടക്കുന്നത്. ഇതിനായുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ അവിടെ എത്തിക്കുന്നുണ്ട്. വിശദാംശങ്ങളാണ് സന്തോഷ് നൽകിയത്.